വെറും ഒരു വോട്ട് കൊണ്ട് എന്ത് മാറാനാണ് എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഓർക്കുക, വെറും 10-20 വോട്ടുകൾക്ക് അട്ടിമറി വിജയം നടന്ന ചരിത്രമാണ് നമുക്കുള്ളത്. നിങ്ങളുടെ ആ ഒരു വോട്ട് ചിലപ്പോൾ നാളത്തെ വിധി തന്നെ മാറ്റിയേക്കാം. പക്ഷേ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ വോട്ടർ ID ഉണ്ടെങ്കിലും വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. വോട്ടർ സർവീസ് പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ വെറും 20 സെക്കൻഡിൽ നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ഏതാണെന്ന് വോട്ടർ സ്ലിപ്പ് നോക്കി മുൻകൂട്ടി ഉറപ്പുവരുത്തുക. വോട്ടർ ID കയ്യിലില്ലെങ്കിലും പേടി വേണ്ട. 12 തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയാൽ മതി. രാവിലെ 7 മണിക്ക് തന്നെ തിരക്ക് തുടങ്ങും. ഉച്ചസമയം ഒഴിവാക്കി രാവിലെയോ വൈകുന്നേരമോ പോകുന്നത് ക്യൂ നിൽക്കുന്നതിന് ഒഴിവാക്കാൻ സഹായിക്കും. വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. വോട്ടെടുപ്പ് മാറ്റിവെച്ചെന്നോ ID കാർഡില്ലാതെ വോട്ട് ചെയ്യാമെന്നോ ഒക്കെയുള്ള മെസ്സേജുകൾ വരാം. ഔദ്യോഗിക വിവരങ്ങൾക്കായി ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് മാത്രം ആശ്രയിക്കുക. യുവജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് ഇത് വെറും ഒരു അവകാശമല്ല, വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ആദ്യമായി വോട്ട് ചെയ്ത അനുഭവം താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ.